ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ആഴ്ച നിസാൻ മാഗ്നറ്റിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ഒരു 2-3 വീക്സ് നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കതൊന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് വിശദമാക്കാം. അതിൽ നമ്മൾ ഗ്ലാസ് ക്ലീനറുണ്ട്. ഇത് ആൻറ്റി ഫോഗ് ഗ്ലാസ് ക്ലീനറാണ്. നമുക്ക് ഫോഗിൽ നിന്നൊക്കെ കുറച്ച് സംരക്ഷണം കിട്ടും. അതാദ്യം സ്പ്രേ ചെയ്തിട്ട് നമ്മളുടെ വിൻഷീൽഡും മറ്റ് ഗ്ലാസ് ഏരിയകളൊക്കെ നമ്മളിത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുവാണ്. എല്ലാ ഫ്രണ്ടിലത്തെ ഇത് ഗ്ലാസും പുറകിലത്തെയും സൈഡിൽ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ORVMസിൻ്റെതും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്ത്, ഇത് കാർ ഷാമ്പു തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഈ റൗണ്ട് എന്നുള്ള രീതിയിൽ വേണം അത് മൂവ് ചെയ്യാൻ. നമ്മൾ നന്നായിട്ട് ഷാമ്പു വെച്ച് കാറ് ചുറ്റും വൃത്തിയാക്കുക, മോൾ വശം ഉൾപ്പെടെ. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകിക്കളയാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ ക്ലീനിങ് ആണ്. അതിന് നമ്മൾ സർഫസ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലുലുവിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല ഒരു ഓറഞ്ച് സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ മാറ്റും ക്ലീൻ ചെയ്യുന്നുണ്ട്. പൊടി ആദ്യം എല്ലാം കളഞ്ഞിട്ട് വേണം ഈ രീതിയിലുള്ള ക്ലീനിങ്ങിലോട്ട് കിടക്കാൻ. ഈ ചെറിയ കല്ലും മണ്ണൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം സർഫസ് ക്ലീനർ ഉപയോഗിക്കാൻ. ഇതാണ് ഫൈനൽ. നമ്മൾ കാറ് കംപ്ലീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്.